എല്ലാവർക്കും കേരള ഫുഡ്വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തങ്ങയും പയറും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പയർ സോക്ക് ചെയ്യാനിടണം. ഞാനിവിടെ 1/2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് 8 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു ചെറിയ അളവിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചെയ്യണമെങ്കിൽ ഇൻഗ്രീഡിയൻസിന് അതിനനുസരിച്ച് വ്യത്യാസം വരുത്തിയാൽ മതി. വൻപയർ 8 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. പയർ ഡ്രെയിൻ ചെയ്തൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പയർ ഒരു 1/4 ഭാഗം വെന്താൽ മതി. ബാക്കി നമ്മൾ മത്തങ്ങയുടെ കൂടെ ഇട്ട് വേവിക്കുമ്പോൾ വെന്തോളും. ഇതിപ്പോൾ 1 വിസിലടിക്കുമ്പോഴത്തേനും 1/4 ഭാഗം വേവാവുന്ന ടൈപ്പ് പയറാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പയറിൻ്റെ ടൈപ്പ് അനുസരിച്ച് വേവിച്ചെടുക്കുക. ഇനി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പയറാണെങ്കിൽ മത്തങ്ങയും പയറും കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളിത് ചെറിയ അളവിലല്ലേ ചെയ്യുന്നത്, 1/2 കപ്പ് പയറേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം മത്തങ്ങ മതിയാവും. നമുക്കിത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. മത്തങ്ങ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വെന്ത് ഉടഞ്ഞു ചേരാനുള്ളതാണ്, അതുകൊണ്ട് വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പയർ 1 വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 1/4 ഭാഗം വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ നല്ലൊരു കളർ കിട്ടും, അധികം എരിവ് ഉണ്ടാവത്തില്ല. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പയറിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ മത്തങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിലിപ്പോൾ വെള്ളമുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരുന്നവരെ വീണ്ടും വേവിച്ചെടുക്കാം. മത്തങ്ങയും പയറും വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അവസാനം ഇതിലേക്ക് തേങ്ങ വേറെ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അരയ്ക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്നങ്ങ് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അങ്ങ് അരയ്ക്കണ്ട, ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. മത്തങ്ങ ചേർത്തിട്ട് 1 വിസിൽ വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മളിനി അരപ്പൊക്കെ ചേർത്ത് വേവിക്കുമ്പോഴത്തേക്കും ഇതങ്ങ് അലിഞ്ഞ് ചേർന്നോളും. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പൊക്കെ നന്നായിട്ട് വേവുന്നവരെ ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചാറൊക്കെ ഒന്ന് വറ്റി വരണം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട വറവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എരിശ്ശേരിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. കപ്പിൽ നിറച്ചും ഇങ്ങനെ എടുത്തിട്ടുണ്ട്. തേങ്ങ എന്തോരം കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ എരിശ്ശേരി. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തൊന്ന് ലൈറ്റ് ഗോൾഡൻ കളറാക്കി എടുക്കണം. തീ കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന മത്തങ്ങയ്ക്ക് നല്ല മധുരമുള്ള ടൈപ്പ് മത്തങ്ങയാണെങ്കിൽ ശർക്കര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് അങ്ങ് മൂത്ത് ബ്രൗൺ കളർ ആവണ്ട, ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായാൽ മതി. ഇനി ഇതിലേക്ക് മത്തങ്ങയും പയറും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം വറ്റിക്കരുത്. ഒരുപാട് വെള്ളം വറ്റിച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് തിക്കായി പോവും. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സദ്യയ്ക്കൊക്കെ ഒഴിച്ചുവിടാനാവാത്തൊരു ഡിഷാണ് എരിശ്ശേരി. അപ്പോൾ നിങ്ങളെല്ലാവരെയും മത്തങ്ങ വൻപയർ എരിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.